അത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരി അറസ്റ്റിൽ എന്നുള്ളതാണ്. ക്ഷേത്രത്തിലെ പൂജാരിയായ അരുണാണ് പീഡന പരാതിയെ തുടർന്ന് അറസ്റ്റിലായത്. കർണാടക സ്വദേശിനിയായ സ്ത്രീയുടെ പരാതിയിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പെരിങ്ങാട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്നത് അത് വളരെ പ്രശസ്തമായ ഒരു ദൈവിക സ്ഥലം കൂടിയാണ്. അവിടുത്തെ പൂജാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അത് ഒരു പീഡന പരാതിയിലാണ് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. സെക്ഷൽ ഹരാസ്മെൻറ്റ് കേസിൽ അതും ഒരു കർണാടക സ്വദേശിനിയായ ഒരു യുവതി നൽകിയ പരാതി എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരികയാണ്. വാട്സപ്പിൽ നിരന്തരം വീഡിയോ കോൾ ചെയ്തു, പൂജ ചെയ്ത് ദോഷം വരുത്തുമെന്ന് ഇവരെ പേടിപ്പിച്ചു. ഇത്തരത്തിലാണ് ഇവരുടെ പരാതി. പൂജയ്ക്ക് എത്തിയ സ്ത്രീയുടെ നമ്പർ വാങ്ങിയായിരുന്നു ഈ പൂജാരിയുടെ ഈ വികൃതിയെല്ലാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നവമി, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണോ? രഞ്ജിത്ത്, അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അരുൺ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജാരിയെ, പെരിങ്ങോട്ടുകര ക്ഷേത്രത്തിലെ പൂജാരിയെ കർണാടക പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരാതിക്കാരി കർണാടകയിലാണ്. ഈ അമ്പലത്തിലെ പൂജകളുമായി, ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവർ അമ്പലത്തിൽ വരികയും പിന്നീട് ഇതിന്റെ കൂടുതൽ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പൂജാരിയെ ബന്ധപ്പെടുകയുമായിരുന്നു. ആ സമയത്ത് 25,000 രൂപയാണ് ഇവർ പറയുന്നതനുസരിച്ച് അവരുടെ കാര്യം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ 25,000 രൂപയുടെ പൂജ ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇയാൾ നിരന്തരം രാത്രി വീഡിയോ കോളിലൂടെയൊക്കെ ഇവരെ വിളിക്കുകയും നഗ്നനായി നിന്നുകൊണ്ട് ഈ യുവതിയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പലതവണ ഇവർ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനി ചെയ്യരുതെന്നൊക്കെ മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ അങ്ങനെ നഗ്നയായി നിൽക്കണം എന്ന് പറഞ്ഞു, വീഡിയോ കോളിലൂടെ നഗ്നയായി നിൽക്കണം എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ 2 കുട്ടികളെയും കുട്ടികൾ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജ അത് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അതിൽ നിർബന്ധിതയായാണ് ഈ യുവതി നഗ്നയായി നിന്ന് വീഡിയോ കോൾ ചെയ്തത്. അത് റെക്കോർഡ് ചെയ്ത് പിന്നീട് ഇവരെ ഭീഷണിപ്പെടുത്തി കേരളത്തിലേക്ക് എത്തി ഒരു ഹോട്ടലിൽ ഹോട്ടലിലെ റൂം എടുത്തു തരാം, അവിടേക്ക് വരണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ ഭയപ്പെട്ടുകൊണ്ട് ഈ യുവതി കേരളത്തിലേക്ക് വരികയും അവിടെ ഒരു ഹോട്ടൽ മുറി കാറിൽ വെച്ച് ഈ പൂജാരിയായിട്ടുള്ള അരുണും ഒപ്പം തന്നെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനും കൂടി ചേർന്ന് കാറിൽ വെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിനെ തുടർന്നാണ് യുവതി കർണാടക പോലീസിന് പരാതി നൽകുകയും പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ അരുൺ എന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണി ദാമോദരൻ ഇപ്പോൾ ഒളിവിലാണ്. തൃശ്ശൂരിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ക്ഷേത്രം. അവിടെ നിന്നാണ് ഈ പൂജാരിയും മുഖ്യ പൂജാരിയെയും കർണാടക പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ യുവതിയെ, ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി മന്ത്രവാദം നടത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് നഗ്ന വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം നേരത്തെ നാം പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇങ്ങനെ 2 പ്രധാന പൂജാരിമാർ അറസ്റ്റിലാകുക എന്ന് പറഞ്ഞാൽ അവരെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നീതീകരിക്കാവുന്ന ഒന്നല്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഇവരുടെ വാട്സപ്പ് ചാറ്റുകളും വാട്സപ്പ് കോളുകളും അടക്കമാണ്. ഇതിൻ്റെ ഒരു ഗൗരവം എപ്പോഴാണ് ഈ സ്ത്രീക്ക് മനസ്സിലായത്? വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ ഇവർക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണോ? തുടർന്നാണോ ഇവർ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായത്? അതെ രഞ്ജിത, ഈ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ പൂജകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പലത്തെ കുറിച്ച് അറിയുകയും അവിടേക്ക് വരികയും ചെയ്തത്. ഈ പൈസ ആദ്യം 25,000 രൂപ വേണം ഇതിന്റെ പൂജകൾ നടത്തണം എന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം നഗ്നപൂജ അടക്കം നടത്തണം എന്ന് പറയുമ്പോഴാണ് യുവതി അതിൽ നിന്നും പിന്തിരിയുന്നു എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് മക്കളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മക്കൾ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പൂജകൾ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഈ വീഡിയോ കോളിലൂടെ നഗ്നയായി നിന്ന് നിർബന്ധിതരായി എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. ഒപ്പം ഇയാൾ
രാത്രികൾ വിളിക്കുന്ന വീഡിയോ കോളും ഒപ്പം മറ്റ് സംഭാഷണങ്ങളും ഓഡിയോ റെക്കോർഡും എല്ലാം കൃത്യമായി തന്നെ പോലീസിന് വാട്സപ്പ് ചാറ്റുകളും ഒക്കെ കൃത്യമായി പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഭീഷണി തുടർന്നതിനെ ഭീഷണി വീണ്ടും വീണ്ടും ആവർത്തിച്ചു, കേരളത്തിലേക്ക് നിർബന്ധിച്ചു വരുത്തിച്ചു. അതിനുശേഷം കാറിൽ വെച്ചാണ് ഇത്തരത്തിൽ മോശമായി പെരുമാറിയതെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. അത് സഹിക്കുന്നതിനപ്പുറമായപ്പോഴാണ് പരാതിയുമായി വീണ്ടും പോലീസിനെ അറിയിക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് ഈ യുവതി കടക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും പോലീസ് മുഖ്യ പൂജാരിയായിട്ടുള്ള ഉണ്ണി ദാമോദരന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലന്തൂർ പോലീസാണ്, കർണാടകയിലെ ബെന്തല്ലൂർ പോലീസാണ് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് ഇവിടെ കേരളത്തിലെത്തി, തൃശ്ശൂരിലെത്തി ഈ പൂജാരിയായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്ത്, അരുൺ എന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്ത് കർണാടകയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. മറ്റൊരു പ്രതിക്കായുള്ള അന്വേഷണവും ഊർജിതമായിരിക്കുകയാണ്. യുവതി പറയുന്നത് പ്രകാരം നിരന്തരം ഭീഷണിപ്പെടുത്തിയും നഗ്ന വീഡിയോ പകർത്തിയും ഒക്കെയാണ് ഭീഷണിപ്പെടുത്തിയത്. ഒപ്പം കുടുംബത്തിലെ തന്റെ മക്കളെ വധിക്കുമെന്ന്, അല്ലെങ്കിൽ മക്കൾ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്നാണ് യുവതി പറയുന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും വാട്സപ്പ് ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും എല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. ഈ സ്ത്രീ കർണാടകയിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് കൂടിയാണ് ഇനിയും വ്യക്തമാകാനുള്ളത്. അതിൽ അരുണുമായുള്ള പരിചയം ക്ഷേത്രത്തിലെത്തിയ ശേഷമാണോ, അതോ ഇയാൾ ഇവരെ പ്രലോഭിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നോ? അത്തരം എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് കൈമാറുന്നുണ്ടോ? രഞ്ജിത്ത്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര ക്ഷേത്രം. അപ്പോൾ ആ ഒരു പ്രസിദ്ധി കേട്ടറിഞ്ഞത് കൊണ്ടായിരിക്കും യുവതി കേരളത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ യുവതിയുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ക്ഷേത്രത്തിലെത്തി അവിടെ സന്ദർശിക്കുകയും അവിടെ ചില പൂജകൾ ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ യുവതി പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഈ അരുൺ എന്ന് പറയുന്ന ഈ പൂജാരിയാണ് യുവതി ആദ്യം കണ്ടുമുട്ടുന്നതും. അരുണിന്റെ നിർദ്ദേശപ്രകാരമാണ് 25,000 രൂപ ആദ്യം നൽകുകയും പിന്നീട് ആവശ്യമായിട്ടുള്ള പൂജകൾ ചെയ്യാമെന്ന വാഗ്ദാനമൊക്കെ നൽകിയത്. പക്ഷെ ആ വാഗ്ദാനത്തിനൊടുവിൽ നഗ്ന പൂജ വരെ നടത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് യുവതിക്ക് അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, വിസമ്മതിക്കുകയും ചെയ്തത്. പക്ഷേ കുട്ടികളെ വരെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യുവതി ഈ നഗ്നയായി വീഡിയോ കോളിലേക്ക് വരാൻ നിർബന്ധിതയാകുകയും പിന്നീട് അത് പകർത്തി ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഇവരെ കേരളത്തിലേക്ക് വരണം, കേരളത്തിലേക്ക് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് വരണമെന്ന് യുവതിയെ നിർബന്ധിക്കുകയായിരുന്നു. കേരളത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ കാറിൽ വെച്ച് ഈ അരുൺ എന്ന ഈ പൂജാരിയും മുഖ്യ പൂജാരിയായ ഉണ്ണി ദാമോദരനും കൂടി ചേർന്ന് ഇവരെ ബലാത്സംഗം ചെയ്തതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും. അരുണിനെ അറസ്റ്റ് ചെയ്ത് കർണാടകയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റേ മുഖ്യപ്രതിയായിട്ടുള്ള പൂജാരി ഉണ്ണി ദാമോദരന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നടക്കുകയാണ്. എന്നാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അവര് പ്രതികരിക്കുവാനോ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുവാനോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. മറ്റു പരാതികളൊന്നും തന്നെ ഇതുവരേക്കും കേരളത്തിലെ പോലീസിനൊന്നും ലഭ്യമായിട്ടുമില്ല. ഇപ്പോൾ കർണാടക പോലീസ് കേരളത്തിലെത്തി അരുൺ പൂജാരിയെ അറസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞതും. അതാണ് സാഹചര്യം. ഈ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒളിവിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂജയ്ക്കായി എത്തിയ സ്ത്രീയുടെ നമ്പർ വാങ്ങി ഈ സ്ത്രീയെ പീഡിപ്പിക്കുകയായിരുന്നു. വീഡിയോ കോളിലൂടെയും മറ്റും ഇവരെ ഭീഷണിപ്പെടുത്തി, ഇവരെ നഗ്നയാക്കി അത് ചിത്രീകരിച്ചു. അതിനുശേഷം ഈ ദൃശ്യങ്ങളടക്കം കാണിച്ചാണ് ഇത്തരത്തിലൊരു സംഗതിയിലേക്ക് ഇവരെ നയിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഗൗരവമായ ഒരു വിഷയമാണ്. കർണാടക പോലീസ് കേരളത്തിൽ എത്തി ഇവരെ അറസ്റ്റ് ചെയ്തു. ഈ പൂജാരി അരുൺ എന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്ത് കർണാടകയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. FIR-ന്റെ കോപ്പി കൂടിയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതേസമയം പെരിങ്ങോട്ടുകര ദേവസ്വവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അവർ പറയുന്നത് ഇത്തരത്തിൽ അരുൺ അറസ്റ്റിലായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ FIR-ന്റെ കോപ്പി നമ്മുടെ കൈവശമുണ്ട് വളരെ കൃത്യമായി തന്നെ. അത് കർണാടക പോലീസിൻ്റെ FIR-ന്റെ കോപ്പ് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത് മുഖ്യ പൂജാരി ഇപ്പോൾ ഒളിവിലാണ് എന്നുള്ളത് തന്നെയാണ്. അത് മുഖ്യ പൂജാരി ഒളിവിൽ പോകാൻ കാരണം എന്ന് പറയുന്നത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ്
പോലീസ് കേരളത്തിൽ എത്തിയിരുന്നു. തുടർന്നാണ് ഇയാൾ മുഖ്യപൂജാരി കൂടിയായ ഡോക്ടർ ഉണ്ണി എന്നാണ് മുഖ്യപൂജാരിയുടെ പേര്. ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്യുന്ന പശ്ചാത്തലം മറ്റും ഉണ്ടാകുന്നത്. ഏതായാലും ബ്ലാക്ക് മെയിൽ ചെയ്ത് നഗ്ന വീഡിയോ ചിത്രീകരിച്ച് കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കൃത്യമായ പരാതി പോലീസിന് ലഭിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി കേരളത്തിലേക്ക് ഇവരെ കൊണ്ടുവരികയും തുടർന്ന് ബലാത്കാരം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ക്ഷേത്രത്തിലെ പൂജാരിയായ അരുൺ അറസ്റ്റിലായി. അതേസമയം മുഖ്യപൂജാരിയും ഒളിവിലാണ്. രണ്ടുപേരും ഈ കേസിൽ പ്രതികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അരുൺ, ക്ഷമിക്കണം, നവമി ദിനേശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നവമി, ഇതിൽ ഇപ്പോൾ ക്ഷേത്രം ദേവസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ FIR നമ്മുടെ കൈവശമുണ്ട്. ഇത് കേരള പോലീസിനെ അറിയിക്കാതെയുള്ള ഒരു നീക്കമാണ് എന്ന് വേണോ കരുതാൻ? രഞ്ജിത്ത്, നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. കേരള പോലീസ് നമ്മൾ തൃശ്ശൂരുമായി ബന്ധപ്പെടുമ്പോഴും പോലീസിന് ഇതിനുമായി കൃത്യമായിട്ടുള്ള ഒരു വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിവരം അറിയില്ല, ഉടനെ തന്നെ നമ്മൾ അന്വേഷിക്കാമെന്ന തരത്തിലുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും, കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഈ പോലീസ് ഇവിടെ എത്തി, കർണാടക പോലീസ് കേരളത്തിലെത്തി, ഈ തൃശ്ശൂരെത്തി പൂജാരിയായിട്ടുള്ള അരുണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വാർത്തയാണ്. അതിന്റെ FIR അടക്കമാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി ഈ പരാതിക്കാരി എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ഒപ്പം ഇതിന്റെ ചാറ്റുകൾ, വാട്സപ്പ് ചാറ്റുകളും വീഡിയോ കോള് വിളിച്ചതിന്റെ രേഖകളും മറ്റു ചില ഓഡിയോ സന്ദേശങ്ങളും അടക്കമാണ് യുവതി കർണാടക പോലീസിന് കൈമാറിയിരിക്കുന്നത്. ഈ പോലീസിന്റെ പരിശോധനയിലാണ് ഉടനെ കേസെടുത്ത് ഇയാളെ, ഈ പൂജാരിയായിട്ടുള്ള അരുണിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ ക്ഷേത്ര ഭാരവാഹികൾ ഇതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റ് ചില പോലീസ് വൃത്തങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, യുവതിയുടെ പരാതിയിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാലും വരും മണിക്കൂറിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത കൈവരും എന്ന് മനസ്സിലാകുന്നു രഞ്ജിത്ത്. യുവതി തന്റെ ചില കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൽ എത്തുകയും ആ ക്ഷേത്രത്തിൽ വെച്ചാണ് അരുൺ എന്ന പൂജാരി പൂജ ചെയ്യണം, പക്ഷെ 24,000 രൂപ വേണം, ഈ പൂജയ്ക്ക് വേണ്ടി 24,000 രൂപ നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീടാണ് അങ്ങനെയാണ് ഈ യുവതിയുടെ നമ്പർ അരുണിന് കിട്ടുന്നത്. പക്ഷേ രാത്രിയും വീഡിയോ കോളിൽ വരികയും അരുൺ നഗ്നായി നിന്ന് വീഡിയോ കോൾ ചെയ്യുകയും യുവതിയെയും നഗ്നയാക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പലതവണ യുവതി വിസമ്മതിച്ചുവെങ്കിലും കുടുംബത്തിന് ദോഷം വരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികളെ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പൂജകൾ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അതിനെ തുടർന്നാണ് നഗ്നയായതെന്നാണ്, നഗ്നയാകാൻ നിർബന്ധിതയായി എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതിനെ തുടർന്നാണ് കേരളത്തിലേക്ക് വരാൻ നിർദ്ദേശം നൽകുകയും ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കേരളത്തിലെത്തിയ യുവതിയെ കാറിൽ വെച്ചാണ് ഇരുവരും ചേർന്ന് ബലാത്സംഗം ചെയ്തത് അല്ലെങ്കിൽ അപായപ്പെടുത്തിയതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഈ ഭീഷണി സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായപ്പോഴാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുവാൻ യുവതി തയ്യാറായതെന്ന് കൂടിയാണ് വ്യക്തമാകുന്നത്. എന്നാലും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ തൃശ്ശൂരിലുള്ള പെരിങ്ങോട്ടുകര ക്ഷേത്രം. അവിടെയാണ് ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണ പരാതി ഉയരുകയും അവിടെയുള്ള ഒരു പൂജാരിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്കിതിന്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. മറ്റ് പരാതികളൊന്നും തന്നെ കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുമില്ല. വലിയ പരസ്യങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ പൂജയും തന്ത്രവും മന്ത്രവും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് തന്നെയാണ്. കാനാടി മഠം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പുതിയ വേർഷനാണ് ഈ പറയുന്ന പുതിയ പേരിൽ ഇവരിപ്പോൾ ആ കാനാടി മഠമെന്നും കാനാടി സ്ഥാനമെന്നും ഇവർ ഉപയോഗിക്കാറില്ല. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന പേരിലാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഇത് അറിയപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കാനാടി മഠവും കാനാടി ദേവസ്ഥാനവും ഒക്കെ നമ്മുടെ പത്രം വായിക്കുന്നവർക്ക്, മാധ്യമങ്ങളൊക്കെ വായിക്കുന്നവർക്ക് വളരെ സുപരിചിതമാണ്. കാരണം വലിയ പരസ്യങ്ങൾ, വലിയ സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നുള്ള വലിയ പരസ്യങ്ങൾ നടത്തി ഒരുപാട് ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന സ്ഥാനം കൂടിയാണ് ഇത് എന്നത് മനസ്സിലാക്കണം. ഇതിപ്പോൾ
ഇതാണിപ്പോൾ രൂപമാറ്റം അല്ലെങ്കിൽ പേരുമാറ്റം വരുത്തി കാനാടിക്കാവ് അല്ലെങ്കിൽ കാനാടി മഠം എന്ന പേരുമാറ്റം വരുത്തി പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇതിൻ്റെ മുഖ്യ നടത്തിപ്പുകാരനാണ് ഈ അരുൺ എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ അരുണാണ് ഇപ്പോൾ ഈ പെൺകുട്ടി കൊടുത്ത കേസിൽ പെട്ടിരിക്കുന്നത്. പക്ഷേ അവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ് എങ്കിൽ പോലും കൃത്യമായി തന്നെ FIRന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ മറ്റ് ചാനലുകൾക്കും ഈ വാർത്തയുടെ വിവരങ്ങൾ, കർണാടക പ്രത്യേക ചാനലിൽ ഈ വാർത്തയുടെ വിവരങ്ങൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മളിതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ പരസ്യങ്ങളാണ്. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ടെമ്പിൾ എന്നൊക്കെയാണ് നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ പെരിങ്ങോട്ടുകര 20 കിലോമീറ്റേഴ്സ് സൗത്ത് വെസ്റ്റ് ഓഫ് തൃശ്ശൂർ. ഇത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കുട്ടിച്ചാത്തൻ പൂജയ്ക്കും സേവയ്ക്കുമൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എന്നാണ് ഇവർ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ നടത്തിപ്പുകാരൻ ഈ അരുൺ എന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പക്ഷെ നമ്മളിത് ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അരുൺ അറസ്റ്റിലായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ചാനലിൽ കൂടി അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. അരുണിൻ്റെ നമ്പർ തരൂ, നമ്മൾ വിളിക്കാം എന്നും അവരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ തരത്തിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അരുൺ എവിടെയാണ് എന്നതിനെക്കുറിച്ച് അവർ കൃത്യമായൊരു സൂചന നൽകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും മുഖ്യ പൂജാരിയും ഇതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ റഡാറിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മുഖ്യ പൂജാരിയും പോലീസിൻ്റെ റഡാറിലാണ്. മറ്റൊരു പൂജാരിയ അരുണാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷേ അരുൺ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇയാളെയും കൊണ്ട് പോലീസ് ഇപ്പോൾ കർണാടകത്തിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരനും ഈ കേസിൽ പ്രതിയാണ് എന്നത് നിർണായകമാണ്. നവമി, നമ്മൾ ഈ ക്ഷേത്രം അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വലിയ പരസ്യങ്ങളൊക്കെ നൽകി വലിയ സിനിമാ താരങ്ങളെ കൊണ്ടൊക്കെ പ്രചരണം നടത്തി ഏറെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഒരുപാട് ആളുകൾ തങ്ങളുടെ പലവിധ ആവശ്യങ്ങൾക്കായി ഇങ്ങോട്ട് വരാറുണ്ട്. അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ വേറെ കാര്യം. പക്ഷേ ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും അവർ എത്തുന്ന ഒരു സ്ഥലമാണ്. വലിയ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇതെന്നാണ് മനസ്സിലാകുന്നത്. ഇതെന്തായാലും ഇവർ ഈ വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അതെ രഞ്ജിത്ത്, ഈ അധികൃതർ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, അരുണിനെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന മറുപടിയാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ ബംഗളൂരു പോലീസിൽ നിന്നും നമുക്ക് കൃത്യമായി വിവരം ലഭിക്കുന്നത് പ്രകാരം ഈ അരുണിനെ അറസ്റ്റ് ചെയ്ത് കർണാടകയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചാത്തൻ സേവ നടക്കുന്ന ഒരു അമ്പലം കൂടിയാണ്. വളരെ പ്രശസ്തമായ അമ്പലമാണ്. മലയാളത്തിലെ അടക്കം പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളും മറ്റ് ഗായകരും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ സന്ദർശിക്കുകയും പ്രാർത്ഥനയ്ക്കായി എത്തുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലേക്കാണ് ഇനി ഇതിൽ ഒരു വിശദീകരണം ഭാരവാഹികൾ തരുന്നത് എന്നാണ് കാത്തിരിക്കേണ്ടത്. പരാതിയുടെ FIR അടക്കമാണ് നൽകുന്നത് പോലീസ്. നമ്മൾ കർണാടക പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അരുണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുഖ്യപ്രതി ഉണ്ണി ദാമോദരന് വേണ്ടിയിട്ടുള്ള അവിടുത്തെ ഒരു മുതിർന്ന ഒരു മേൽശാന്തി കൂടിയാണ്. അദ്ദേഹത്തെ തേടി പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. എളുപ്പോൾ ഒളിവിലാണ് എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇനി എന്തായാലും ഉടനെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തൃശ്ശൂരിലെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ തയ്യാറാണ്. അതായത് തൃശ്ശൂർ പോലീസ് അറിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാനല്ലേ? അവരറിയാതെയുള്ള ഒരു നീക്കമായിരുന്നു കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെ രഞ്ജിത്ത് മനസ്സിലാകുന്നുണ്ട്. തൃശ്ശൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇനി പോലീസ് അറിഞ്ഞുകൊണ്ടാണോ അതോ അറിഞ്ഞിട്ട് പറയാത്തതാണോ എന്ന് നമുക്ക് വ്യക്തത കൈവരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരുന്നില്ല, അത് അന്വേഷിക്കട്ടെ, വിശദാംശങ്ങൾ ഉടനെ തന്നെ അറിയിക്കാമെന്ന മറുപടി മാത്രമാണ് തൃശ്ശൂരിലെ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. ഇനി കർണാടക പോലീസ് രഹസ്യമായി വന്നാണോ ഇവിടെ നിന്ന് ഈ അരുണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും എന്നും നമുക്കതിൽ വ്യക്തത കൈവന്നിട്ടില്ല. എന്നാലും തൃശ്ശൂരിലെ പോലീസുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളുമായും ബന്ധപ്പെടുന്നുണ്ട്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത്. നിരവധി മാധ്യമങ്ങൾക്കടക്കം പരസ്യം കൊടുത്ത് വലിയ രീതിയിൽ പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളെ ഒക്കെ കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെ നിന്നാണ്
ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണ പരാതി വരികയും അവിടുത്തെ പ്രധാനപ്പെട്ട മേൽശാന്തി ഒളിവിൽ പോവുകയും മറ്റൊരു പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പൂജ നടത്താം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കുടുംബ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി പൂജ നടത്താൻ 25,000 രൂപ ആവശ്യപ്പെടുകയും പിന്നീട് അതിൽ നിന്നും നഗ്ന വീഡിയോ അടക്കം പകർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി രാത്രിയിലും വീഡിയോ കോൾ ചെയ്ത് യുവതിക്ക് ശല്യമാകുന്ന രീതിയിലേക്ക് വരികയും പിന്നീട് യുവതിയെ പല കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഈ ചാത്തൻ സേവ ഉള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും യുവതിയെയും ഭീഷണിപ്പെടുത്തിയതെന്ന് നമ്മൾക്ക് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് ആ ഭീഷണിക്ക് വഴങ്ങി ഭയപ്പെട്ടുകൊണ്ടാണ് യുവതി കേരളത്തിലെത്തുകയും പിന്നീട് അവിടെ വെച്ചാണ് ആ യുവതിയെ ബലാത്സംഗം ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യുവതി കർണാടക പോലീസിന് പരാതി നൽകുന്നു. പോലീസ് പിന്നീട് കേരളത്തിലെത്തി ഈ ക്ഷേത്രത്തിലെത്തി അരുൺ എന്ന പൂജാരിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടനെ തന്നെ ലഭ്യമാകും രഞ്ജിത്ത്. എന്തായാലും ക്ഷേത്ര ഭാരവാഹികൾ ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗളൂരു പോലീസിന് കൃത്യമായി പരാതി നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ എത്തി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും FIR അടക്കമുള്ളവ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോലീസ് കേസെടുത്ത് അതിന്റെ തുടർ നടപടികൾ എന്നോണം ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. രണ്ടാമത്തെ വ്യക്തി ഈ ഉണ്ണി ദാമോദരൻ എന്ന മുഖ്യപ്രതി ഒളിവിലാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് യുവതിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. യുവതി അതിന്റെ വീഡിയോ കോള് ലിസ്റ്റും വോയിസ് കോള് ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ പോലീസിനെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതാണ് ഏതായാലും പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അഥവാ പഴയ കാനാടിക്കാവ്, ഈ കാനാടി ദേവസ്ഥാനം എന്നൊക്കെ പറയുന്ന സ്ഥലം, അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ അതുവഴി കഴിഞ്ഞ ദിവസം അതുവഴി പോയൊരു സുഹൃത്ത് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മെസ്സഞ്ചറിലൂടെ. ഈ അവിടെ കഴിഞ്ഞ ദിവസം കർണാടക പോലീസിൻ്റെ സാന്നിധ്യം അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ചേട്ടൻ അനിയന്മാർ തമ്മിൽ ഭയങ്കര തർക്കവും അടിയും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിലുള്ള വിഷയമാണെന്നാണ്, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ. അവിടെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഒരു ടീമാണ് ഈ ദേവസ്ഥാനം ഏറ്റെടുത്ത് നടത്തുന്നത് എന്നൊക്കെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു എന്നൊരു സുഹൃത്ത് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്നുള്ളത് തന്നെയാണ് ഇത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അത് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ദേവസ്ഥാനം കൂടിയാണ്. ദേവസ്ഥാനം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ആളുകൾ എത്തുന്ന ഒരു വളരെ സാമ്പത്തികമായി അടിത്തറയുള്ള വലിയ ഒരു സ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വത്ത് തർക്കത്തിൻ്റെ പേരിലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പോലീസൊക്കെ വന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കാതിരുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ കർണാടക പോലീസ് നേരെ എത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. കർണാടകയിൽ അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ കൊണ്ടുപോയത് കർണാടകയിലേക്കാണ്. ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും മുഖ്യ പൂജാരി, ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയെ പോലീസ് തിരയുകയാണ്. ഇയാളും ഉടൻ അറസ്റ്റിലാകും എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യുവതി പരാതി കൊടുത്തിരിക്കുന്നത്. നമ്മളത് പുറത്തുവിടുന്നുണ്ട്. വാട്സപ്പ് ചാറ്റുകളും വാട്സപ്പിലൂടെയുള്ള വീഡിയോ കോളുകളും മറ്റും നമ്മൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ ഈ ഉണ്ണി എന്ന് പറയുന്ന ആൾ കൂടാതെ മറ്റ് 3 പേർ കൂടി അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഉണ്ണിയാണ് പ്രധാനമായും ഈ ക്ഷേത്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ അരുൺ എന്ന ആൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അയാൾ അവിടുത്തെ പൂജാരി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉണ്ണിയെ ആണിപ്പോൾ പോലീസ് തേടുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പ്രധാനപ്പെട്ട വിവരമെന്നുള്ളത് അറസ്റ്റ് കർണാടക സ്വദേശിനിയുടെ പരാതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. പൂജാരിയെ ഇതിനകം കർണാടക പോലീസ് നേരിട്ടെത്തി കർണാടകയിലേക്ക് കൊണ്ടുപോയി FIR ഇട്ടു. കൃത്യമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ പക്കലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തൃശ്ശൂർ പോലീസിന് ഇതിൻ്റെ വിവരം ലഭ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. നവമി അവരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലും അവർ ഈ വിവരം പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കൃത്യമായ തെളിവുകൾ പോലീസിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതായത് യുവതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇവരെ നഗ്നചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തി, കാറിൽ വെച്ച് ബലാത്സംഗത്തിന് ശ്രമിച്ചു. ഇതിലാണ് പൂജാരിയായ അരുൺ അറസ്റ്റിലായിരിക്കുന്നത്. പ്രധാനപ്പെട്ട പൂജാരി ഉണ്ണി ദാമോദർ ഒളിവിലാണ്.